ഇപ്പോൾ ഒബാമയാണ് നമ്മൾക്ക് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അയാളുടെ കാലത്ത് ഒരു വ്യത്യാസമില്ലാത്ത യുദ്ധമാണ്. മാത്രമല്ല പുതിയതായിട്ട് തുടങ്ങുക വരെ ചെയ്തിട്ടുണ്ട്. ഏ, അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതൊന്നും വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് അതൊന്നും അവിടുത്തെ ആ സിസ്റ്റത്തിന് തടസ്സമായിട്ട് വരുന്നില്ല. ഈ 2 വിഭാഗം മാറി മാറി അവിടെ ഭരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. മൈത്രൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയിൽ ഈ അരാഷ്ട്രീയവാദം കൂടി വരികയാണ്. അല്ല, അരാഷ്ട്രീയവാദമല്ല, ആ. അരാഷ്ട്രീയക്കാരാണ്. അവരാരും വാദിക്കുന്നൊന്നുമില്ല. ഓക്കെ ഓക്കെ. രാഷ്ട്രീയക്കാർ. ആ ആ, നമ്മള് മനസ്സിലായി. ഞാനിത് എന്തായിരിക്കാം ഈ ആളുകള് ആ. ഇത്രയും വലിയ അവരുടെ ഒരു പ്രസിഡന്റ് ഇത്രയും അധികം നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത തരത്തിൽ നമ്മളെ മോശം എന്ന് വിചാരിക്കാവുന്ന Genius. എല്ലാ ലെവലിലും, അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല, എല്ലാ നിലവാരത്തിലും നമുക്ക് ഇന്നത്തെ ആധുനിക സെൻസിബിലിറ്റി വെച്ച് പരിശോധിച്ചാൽ അയാളെ എലക്ട് ചെയ്യുന്നതല്ല, അയാളെ ഇമ്പീച്ച് ചെയ്യുന്ന പോലും അല്ല, പെർമനന്റ് ആയിട്ട് ജയിലിലിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ വരുന്നത്. ആ രാജ്യം അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അവിടെ ഭയങ്കര കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഉം. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് എന്നെ ഷോക്ക് ചെയ്ത ഒരു സംഭവമാണ്. വലിയ റാലികള് ഉം. ഈ ജനാധിപത്യക്കാരെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുമ്പോൾ പോലും അത് വളരെ പീസ്ഫുൾ ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് വലിയ നോവൊന്നും വരാതെ വെടികൊള്ളാതെയൊക്കെയാണ് ചെയ്യുന്ന, അടി കിട്ടാതെ നമ്മുടെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ വാട്ടർ ക്യാനണെങ്കിലും വന്ന് പതിക്കുന്നു. ഇതൊന്നും ഇല്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു വലിയ പ്രൊസഷൻ ആണ് പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്.